മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കണ്ണൂർ പിണറായിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബോംബ് സ്ഫോടനത്തെ നിസ്സാരവൽക്കരിച്ച് പോലീസ്. പടക്കം പൊട്ടിയാണ് അപകടം ഉണ്ടായത് എന്നാണ് പോലീസിന്റെ എഫ്ഐആർ. ബോംബ് പൊട്ടി കൈപ്പത്തി ചിതറിയ CPM പ്രവർത്തകൻ വിപിൻ രാജിനെതിരെ ചുമത്തിയത് സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പ് മാത്രം. പിണറായി പോലീസാണ് കേസെടുത്തത്. മിഥുൻ പിള്ള ചേരുന്നു ടെലിഫോൺ ലൈനിൽ. മിഥുൻ, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, കാരണം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാട്ടിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അത് ബോംബ് സ്ഫോടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് നാണക്കേട് ഉണ്ടാവുക. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം പോയി കാണും, P ശശി വിളിച്ച് പറഞ്ഞു കാണും അത് ബോംബല്ല, അത് പടക്കമാണെന്ന് മാറ്റാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ പിണറായി പോലീസ് നിർബന്ധിതമായി എന്ന് പറയുന്നതല്ലേ ഭംഗി? തീർച്ചയായും മനിൽ നമ്പ്യാർ, നമുക്കറിയാം ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. പിണറായി കനാൽക്കര, അതായത് പിണറായി വെണ്ടുട്ടായി കനാൽക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ തുറന്ന സ്ഥലത്ത് വെച്ച് ബോംബ് പൊട്ടി വിപിൻ രാജ് എന്ന CPM പ്രവർത്തകന്റെ വലത് കൈപ്പത്തി ചിതറിപ്പോയത്. അത് സംഭവം വലിയ വാർത്തയാവുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. തൊട്ട് പിന്നാലെ പോലീസ് തയ്യാറാക്കിയ FIRലാണ് ഈ ബോംബിനെ പടക്കമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ കൈപ്പത്തി ഇത്ര ഭീകരമായി ചിതറിപ്പോകുമോ എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. മാത്രമല്ല, ഈ കൈപ്പത്തി ചിതറിപ്പോയ വിപിൻ രാജിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഈ സ്ഫോടക വസ്തുവും അശ്രദ്ധമായി കൈകാര്യം ചെയ്തു എന്ന ഒരൊറ്റ വകുപ്പ് മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ബോംബുകൾ കൈകാര്യം ചെയ്തതിനിടെ പൊട്ടി പലപ്പോഴായി CPM പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തുടർച്ചയായ എന്ന പശ്ചാത്തലത്തിലാണോ ഇത്തരം ഒരു നടപടി എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്നത്, ഈ ബോംബ് സ്ഫോടനം നടന്ന് ഏതാണ്ട് അരമണിക്കൂറിന് മുകളിൽ സമയം കഴിഞ്ഞാണ് പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. പിന്നെയും ഏറെ വൈകിയാണ് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തത്. സ്വാഭാവികമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകർ തന്നെ അവിടെയുള്ള ബോംബിന്റെ അവശിഷ്ടങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി അങ്ങനെ സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പതിവ് സംഭവങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. ഏതായാലും ഇത് എങ്ങനെയാണ് ബോംബ് പടക്കമായത് എന്നൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. BJP ഉൾപ്പെടെ ഈ സംഭവത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. യെസ്, ബോംബ് സ്ഫോടന കേസിൽ കൊല്ലപ്പെട്ടവരെ ധീര രക്തസാക്ഷികളാക്കിയ പാർട്ടിയാണ് CPM. അപ്പോൾ ഇതിലപ്പുറവും സംഭവിക്കും. എന്തായാലും പിണറായി പോലീസിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ, പിണറായിലെ പോലീസിനോടും ഒന്നേ ചോദിക്കാനുള്ളൂ. അതായത് ഈ പടക്കം പൊട്ടിയാൽ എങ്ങനെയാണ് ഈ കൈപ്പത്തി ചിഹ്ന ഭിന്നമാവുക എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. മാത്രമല്ല, വിപിൻ രാജ് സ്ഫോടക വസ്തു പിടിച്ചു നിൽക്കുന്ന ചിത്രവും പുറത്ത് വന്നിട്ടുണ്ട്. അത് പടക്കമല്ല, സ്ഫോടക വസ്തു ബോംബ് തന്നെയാണ് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രിയുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചിലാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചു കാണും, അതങ്ങ് മാറ്റിയേക്കുക, ബോംബ് വേണ്ട പടക്കം മതി എന്ന് മാറ്റിയേക്കുന്നൊരു നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ പിണറായി പോലീസ് FIRൽ ഇങ്ങനെ സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തു എന്ന വകുപ്പിൽ ഈ ഗുരുതരമായ കുറ്റം ഒതുക്കിയിരിക്കുന്നത്.